ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെ മാതൃശ്രീ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് വിശേഷത്തിലേക്ക് കിടക്കാണ്. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഒരു പുതിയ ഡീൽ ഉറപ്പിക്കാൻ വേണ്ടി, അതായത് ഈ സ്വർണ്ണ ബിസിനസ്സുകാരൊക്കെ തമ്മിൽ ഒരു ചെറിയൊരു ഡീല് ഉറപ്പിക്കാനും, അതുപോലെ ബെസ്റ്റ് നമ്പർ 1 ആരാണ് എന്നൊക്കെ അറിയുവാനും, നമ്പർ 1-ൽ നിൽക്കുന്ന ജ്വല്ലറി ആരാണെന്നൊക്കെ അറിയുവാനും, അങ്ങനെ ഒരു MD-ക്ക് ഒരു അവാർഡൊക്കെ കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു പരിപാടി വെക്കുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് നമ്മുടെ ആദർശ് മീൻസ് ആദർശിനല്ല ഇപ്പൊ ക്ഷണം കിട്ടിയിരിക്കുന്നത്, ഇപ്പൊ അനിക്കാണ്. അപ്പൊ അനിയും അങ്ങോട്ടേക്ക് ചെല്ലണം. അപ്പൊ അനിയും ആ ഒരു ഡീലിൽ പങ്കെടുക്കണം. പക്ഷെ അനിക്ക് അതിനോട് താല്പര്യമില്ല എന്ന് പറയുന്ന ഒരു രംഗമാണ് തുടങ്ങുമ്പോൾ കാണിക്കുന്നത്. അപ്പൊ മുത്തച്ഛൻ കൂടുതൽ പുഷ് ചെയ്യുന്നൊന്നുമില്ല, നിന്റെ ഇഷ്ടം, നിനക്ക് ആത്മവിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ഇങ്ങനെ എന്താ പറയാ, അവിടെയും ഇവിടെയും ഇല്ലാത്ത നിലം തൊടാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ ഡീലിൽ പങ്കെടുത്താല് നമ്മൾ ഒന്നാമത് എത്തുമോ, രണ്ടാമത് എത്തുമോ, മൂന്നാമത് എത്തുമോ എന്നൊന്നും അല്ലല്ലോ, നമുക്ക് അവാർഡ് കിട്ടുമോ എന്നൊന്നും അല്ലല്ലോ, അതില് നമ്മൾ പങ്കെടുക്കണ്ടേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇല്ല, ഞാൻ അതിൽ പങ്കെടുക്കുന്നില്ല എന്ന് തന്നെ തറപ്പിച്ചു പറയാം. അപ്പൊ അവിടെ നമ്മുടെ ഈ ജലജ നിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ജലജ ഇത് കേട്ടു. അപ്പൊ ജലജ ഇത് കേട്ടപ്പോഴത്തേക്കും, ആഹാ, നിനക്ക് പങ്കെടുത്താൽ എന്താ കുഴപ്പം, നിനക്ക് അതിനുള്ള ധൈര്യം ഇല്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് ചെറിയ രീതിയിലൊക്കെ നമ്മുടെ അനിയെ കളിയാക്കുന്നുണ്ട്. ആദർശായിരുന്നെങ്കിൽ അതിൽ പങ്കെടുത്തേനെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശൻ അവിടെ നിന്ന് പറയുന്നു, ആദർശൻ അവൻ പങ്കെടുക്കത്തില്ല, അവനെ പങ്കെടുപ്പിക്കത്തുമില്ല, അവന് കഴിവുണ്ടായിരുന്നെങ്കിൽ അവൻ ഇങ്ങനെയൊന്നും കാണിക്കത്തില്ലായിരുന്നല്ലോ എന്നുള്ള രീതിയിൽ മുത്തശ്ശൻ സംസാരിക്കുന്നുണ്ട്. അപ്പം ജലജ ഇത് കേട്ടു കേട്ടോ. ജലജ ഇത് കേട്ടിട്ട് അങ്ങ് പോയിട്ട് നേരെ അഭിയോട് പറയാണ്, അതെ മോനെ, നീ പേടിക്കൊന്നും വേണ്ട, പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അമ്മേ, ഞാൻ ആരെയും പേടിക്കുന്നത്, ഞാനിപ്പോ AM ജ്വല്ലറിയുടെ വലിയ തലപ്പത്തിരിക്കുന്നത്, ഞാൻ ആരെ പേടിക്കണം, അല്ല നീ പേടിക്കണം എന്നല്ല പറഞ്ഞത്, എന്നിരുന്നാലും ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ അനിയുണ്ടല്ലോ, അവൻ ഡീലിൽ പങ്കെടുക്കാനായിട്ട് വരത്തില്ല. അവൻ വരത്തില്ലെന്നോ? അവൻ വരത്തില്ലെന്നേ എന്റെ പൊന്നമ്മേ, അവൻ വരുന്നതായിരുന്നു നല്ലത്. ഞാനവിടെ ആരാണെന്നും എന്താണെന്നും എന്റെ സ്ഥാനം എന്താണെന്നും ഒക്കെ അവന് അറിഞ്ഞേനെ, മാത്രമല്ല അവൻ എന്റെ കീഴിൽ വന്നിരുന്നേനെ. അതൊക്കെ നഷ്ടമായി പോയല്ലോ. എടാ, അവന് പേടിയായിരിക്കുന്നേ AM ജ്വല്ലറിനെ. ഇപ്പൊ ആർക്കാ പേടിയില്ലാത്തത്? എല്ലാവർക്കും AM ജ്വല്ലറിനെ പേടിയാ, എനിക്കറിയാം. ഏതായാലും മോൻ അവിടെ കയറി പറ്റിയില്ലോ, അത് തന്നെ വലിയ കാര്യം. അതിനാ നവ്യയുടെ കാലും കൈയും തന്നെ പിടിക്കേണ്ട വരും. ആ നവ്യയുടെ കാലും കൈയും തന്നെ പിടിച്ചില്ല നമ്മള്. എന്തായാലും 6 കാലും കൈയും പിടിച്ചാലും സാരമില്ല എന്ന് പറയുമ്പോഴത്തേക്കും, ഞാൻ ഈ കാര്യമൊക്കെ അച്ഛനോടൊന്ന് പറയട്ടെ എന്ന് പറയുമ്പോൾ, അച്ഛനോ? ഏതച്ഛൻ? അല്ല, അച്ഛനല്ല, ഞാൻ ഈ കാര്യം എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണല്ലോ അമ്മേ ഡേവിഡ് സാറേ. എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് ഡേവിഡ് സാറിനെ. ഡേവിഡ് സാറ് കാരണമല്ലേ ഞാൻ ഈ ഒരു പൊസിഷനിൽ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ അച്ഛനായിട്ടാണ് കാണുന്നതെന്ന് പറയുമ്പോൾ, നീ എന്ത് പിണ്ണാക്കെങ്കിലും ആയിട്ട് കാണാം, അച്ഛനായിട്ടോ അമ്മയായിട്ടോ എന്ത് വേണമെങ്കിലും കാണ്. ഏതായാലും നീ അവിടെ കയറി പറ്റിയില്ലോ, 6 കൈയും കാലും പിടിച്ചാണെങ്കിലും നീ അവിടെ നിന്ന് എല്ലാ തരത്തിലും തഞ്ചത്തിലും ഒക്കെ പഠിച്ചെടുക്കണം എന്നൊക്കെ നമ്മുടെ ജലജയുടെ ഉപദേശം. ഏതായാലും ഈ സമയത്ത് ഫോൺ വെച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അനി മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലാണ്. അപ്പൊ മുത്തശ്ശനും ആദർശനെ അതിനെ കുറിച്ച് ഏത് നേരം പറയാനൊക്കെ നേരമുള്ളൂ. അപ്പോഴത്തേക്ക് മുത്തശ്ശന്റെ അടുത്തേക്ക് അനി ചെന്നിട്ട് പറഞ്ഞു, അതെ, ഞാൻ വെറുതെ പറഞ്ഞതാ ആ ഡീലിൽ പങ്കെടുക്കുന്നില്ലെന്ന്, ഞാൻ ആ ഡീലിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശിയാണോ, ശരിയാണോ? അതേന്നേ, നേരത്തെ അവിടെ അപ്പച്ചി നിപ്പുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ, അപ്പച്ചിയോട് ഞാൻ ഇതൊക്കെ പറഞ്ഞാൽ ഈ ഇൻഫർമേഷൻ 6 കൈ കൊണ്ട് കൊടുക്കും, ഇത് നേരെ അബിയുടെ കൈ കൊണ്ട് കൊടുക്കും, അത് AM ജ്വല്ലറിയിൽ അറിയും, വെറുതെ എന്തിനാ, അതുകൊണ്ടാ. പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ ആദർശേട്ടന്റെ ചെറിയൊരു തന്ത്രമാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശന്റെ ആ ഒരു മുഖം ഷേപ്പൊക്കെ അങ്ങോട്ട് മാറിയിട്ടോ. അതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ആദർശം ഇറങ്ങി തിരിഞ്ഞിട്ട് എല്ലാം കുളവാക്കി വെച്ചിരിക്കുകയല്ലേ, ഇനിയിപ്പൊ അവനെ കൂട്ട് പിടിച്ചിട്ട് ഇതും കുളവാക്കാനാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അങ്ങനെയല്ല മുത്തശ്ശ, ആദർശേട്ടനെ ഇറങ്ങി തിരിച്ചൊന്നും കുളവാക്കിയൊന്നും വെച്ചിട്ടില്ല. ഒരു ചെറിയൊരു അബദ്ധം ഒരു പ്രാവശ്യം പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട്, ചെറിയ അബദ്ധം കാരണമാണല്ലോ ഇപ്പം ഇവിടെ മൂർത്തീസ് ജ്വല്ലറി തലയും കുത്തി താഴെ തരിപ്പണമായിട്ട് വന്ന് കിടക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശി പറഞ്ഞു, നിങ്ങളൊന്നും മിണ്ടാതിരിക്കും, ഇദ്ദേഹം എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്, അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, അവന്റെ ഐഡിയ അനുസരിച്ച് അവൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. അനി ആദർശ് പറയുന്നതല്ലേ പണ്ട് മുതലേ കേൾക്കാറുള്ളത്. സ്വന്തം ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ടാകരുത് മോനെ അനി, നിന്റെ ഈ ഒരു കളി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എനിക്ക് ആത്മവിശ്വാസമുണ്ട്, എനിക്ക് എൻ്റെ ആദർശേട്ടനെ ഓർത്ത് നല്ല ആത്മവിശ്വാസമുണ്ട്. കാരണം ഈ ഡീല് നോക്കിക്കോ, ഈ ഡീലായിരിക്കും എല്ലാം മാറ്റിമറിക്കാൻ പോകുന്നത്. ഈ ഡീല് കൊണ്ട് ഉറപ്പായിട്ടും മൂർത്തീസ് ജ്വല്ലറി തിരിച്ചു പിടിച്ചിരിക്കും. നമ്മൾ മൂർത്തീസ് ജ്വല്ലറി നമ്പർ 1 സ്ഥാനത്ത് എത്തിയിരിക്കും, അത് ഉറപ്പായ കാര്യം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനി അവിടെ നിന്ന് മാറിപ്പോവാണ് കേട്ടോ. അപ്പൊ ഇതിനുശേഷം പിന്നെ കാണിക്കുന്നത് നാഗേന്ദ്രനും ഡേവിഡും നമ്മുടെ
അഭിയും കൂടി തമ്മിൽ സംസാരിക്കുന്ന ഒരു സീനാണ്. അവർക്ക് ഭയങ്കര ആത്മവിശ്വാസമാണ് കേട്ടോ. ഉറപ്പായിട്ടും നമുക്ക് തന്നെ ആയിരിക്കും ഇനിയിപ്പം മൂർത്തീസ് ജ്വല്ലറിയുടെ പതനം മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെയാ ഞാൻ നീങ്ങാൻ പോകുന്നത്, അത് ഉറപ്പായിട്ടും സംഭവിച്ചിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അഭിയും നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിനെയും കുടുംബക്കാരെയും ഒക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വല്ലാത്തൊരു സിറ്റുവേഷൻ ആണ്. ഭയങ്കര സന്തോഷം അഭിക്ക്. അഭി ഇത്രയും സന്തോഷിക്കാൻ കാരണം വേറെ ഒന്നുമല്ല, അഭിയുടെ അച്ഛൻ തിരിച്ചെത്തി, അച്ഛനാണ് ഇതിന്റെ പിന്നിലെന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കും ഇരട്ടി സന്തോഷമാണ് അഭിക്കുള്ളത്. അപ്പൊ അവരെങ്ങനെ തകർക്കാം എന്നൊക്കെ ഓർത്തിരിക്കും. അപ്പം അനി വരില്ല എന്ന് നമ്മുടെ അഭി അവിടെ പറയുമ്പോഴത്തേക്കും അല്ലെങ്കിലും അവന് പേടിയല്ലേ, അവൻ എങ്ങനെ വരാനാ, ആരും വരാൻ പോകുന്നില്ല, നമ്മൾ തന്നെ ആയിരിക്കും. അതെ, ഈ MD സീറ്റ് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ MD സീറ്റ് മീൻസ് നമ്മുടെ MD എന്ന ഒരു അവാർഡ് ഉണ്ടല്ലോ, അതായത് ഈ MD ഏറ്റവും നല്ല MD-മാർക്കുള്ള ഒരു അവാർഡ് ഉണ്ട്, അത് നമ്മുടെ ഡേവിഡിനെ ഉറപ്പിച്ചു കഴിഞ്ഞു. ആ ഒരു സീറ്റ് ഇനി മോനുള്ളതായിരിക്കും. അപ്പം ഇപ്പം നേടിയെടുക്കുന്നതെല്ലാം മോന്റെ തലയിൽ തന്നെ വന്ന് നിൽക്കും. അപ്പൊ അതിന്റെ എല്ലാ അധികാരവും അവകാശവും മോനുള്ളതായിരിക്കും. ഡേവിഡിനെ നമ്മളെ ചെറുതായിട്ടൊന്നും വെച്ചിരിക്കുന്നല്ല, ഈ ഡമ്മി വെച്ചേക്കുന്ന പോലെ വെച്ചിരിക്കുന്നതാണ് ഡേവിഡിനെ. സത്യത്തില് നമ്മുടെ അഭി തന്നെയാണ് MD. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും അഭി അങ്ങ് മതിമറന്നു പോവാണ് കേട്ടോ. വല്ലാതെ എന്തോ വലിയ കൊമ്പത്തിരിക്കുകയാണ് നമ്മുടെ അഭി. ഇത് കഴിഞ്ഞ് പിന്നെ നയനയും ആദർശും തമ്മിൽ സംസാരിക്കുന്ന സീനാണ് കാണിക്കുന്നത്. അപ്പൊ നയനയും ആദർശും പറയുന്നത് വേറൊന്നുമല്ല, അഭിയുടെ ഈ കൊള്ളരുതായ്മയെക്കുറിച്ചും ക്രൂരതയെക്കുറിച്ചും ഒക്കെ തന്നെയാണ്. അവനവിടെ കയറി പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചോർന്നു പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, അതിനൊക്കെ തരത്തിലും തഞ്ചത്തിലും നിന്ന് തന്നെയാണ് അനി കളിക്കുന്നത്, അതോർത്ത് പേടിക്കുമൊന്നും വേണ്ട, നോക്കിക്കോ, നമ്മുടെ ജ്വല്ലറി തകർന്ന് തരിപ്പണമായിട്ട് തലയും കുത്തി കിടക്കുന്ന ജ്വല്ലറിനെ ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ തന്നെയാണിത്. നമ്മൾ അവിടെ എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ടായിരിക്കും ചെല്ലുന്നത്. ഏതായാലും എൻ്റെ മനസ്സിലുള്ള കുറെ പ്ലാനുകളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അഭി ഈ കണക്കിന് പോവുകയാണെങ്കിൽ ഞാൻ ഓർക്കുന്നത് നവ്യേച്ചിയുടെ കാര്യമാണ്. എന്തോർക്കാനാ നവ്യയുടെ കാര്യം? നീ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് തലമുണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല. നവ്യക്ക് ഇത് കിട്ടേണ്ടത് തന്നെയാ. നവ്യോട് പറഞ്ഞതല്ലേ നവ്യയുടെ അമ്മ, നിന്റെ അമ്മ പറഞ്ഞതല്ലായിരുന്നോ? എന്നിട്ട് അതും വിശ്വസിക്കാതെ പുറകെ നടക്കുകയല്ലേ. അപ്പൊ പിന്നെ ഇതൊരു വലിയ അനുഭവം ആകട്ടെ. പിന്നെ ആ അഭിയാണെങ്കിൽ അവിടെയുള്ള ഏതോ പെണ്ണിന്റെ പുറകെയും ഇതിന്റെ പുറകെയും ഒക്കെ പോകുന്നുണ്ട്. ഇനിയിപ്പം എന്തായി തീരുന്നൊന്നും അറിയത്തില്ല. നല്ലൊരു ഭാര്യനെ വെച്ചുകൊണ്ടാണല്ലോ അവൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോഴാന്ന് പറയുമ്പം എന്തേലും കാണിക്കട്ടെ ആദർശേട്ടാ. അത് തന്നെ എനിക്കും പറയാനുള്ളത്, എന്തേലും കാണിക്കട്ടെ. നീ ഈ സിറ്റുവേഷനിൽ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല. മിക്കവാറും നവ്യയുടെ തിരിച്ചുവരവ്, പഴയ നവ്യ ആകാനുള്ള ഒരു ചാൻസ് ആണിത്. മിക്കവാറും അവരുടെ എല്ലാ സത്യങ്ങളും അറിയുമ്പോഴത്തേക്കും അവൾക്കൊരു പുറകിലേക്ക് ഒരു തിരിഞ്ഞുനാട്ടം ഉണ്ടായിരിക്കും. പിന്നെ അവള് സ്ട്രോങ് ആകും, അത് ഉറപ്പാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിൽ ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനി വിളിക്കുകയാണ് നന്ദുവിനെ. അപ്പം നന്ദുവിനെ വിളിച്ചിട്ട്, നാളെ ഞാൻ പോവുകയാണ്, നാളെ ഡീലാണ്, പക്ഷെ ആരോടും പറഞ്ഞിട്ടില്ല, നീ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എന്ത് പ്രാർത്ഥിക്കാനാ, ഞാൻ വഴിപാട് വരെ നടത്തുന്നുണ്ട്, പിന്നെയല്ലേ പ്രാർത്ഥന മാത്രം ആക്കണ്ട, വഴിപാട് വരെ ഞാൻ നടത്തുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാൻ അനിയേട്ടൻ ധൈര്യമായിട്ട് പൊക്കോളൂ, പേടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോ എന്റെ പിന്നിൽ ആദർശേട്ടൻ ഉണ്ടല്ലോ, എനിക്ക് യാതൊരു പേടിയൊന്നുമില്ല, ആദർശേട്ടൻ ഉള്ളിടത്തോളം കാലം എനിക്ക് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, എനിക്ക് പേടിയൊന്നുമില്ല. ഏതായാലും മൂർത്തി ജ്വല്ലറിനെ എങ്ങനെയെങ്കിലും കൈ പിടിച്ച് ഉയർത്തിക്കൊണ്ട് വന്ന അവിടെ എൻ്റെ ആദർശേട്ടനെ കയറ്റി ഇരുത്തണം, എനിക്കത് മാത്രമേ ഉള്ളൂ. നയനേടത്തെയും ആദർശേട്ടനും നമ്മുടെ അനന്തപുരി തറവാട്ടിൽ തിരിച്ചെത്തണം, അതിനുവേണ്ടി എൻ്റെ ഉള്ള ഒരു പ്രയത്നമായത് എന്നൊക്കെ പറയുമ്പോൾ, അല്ല അഭിയെ നീ ഒന്ന് സൂക്ഷിച്ചോണം എന്ന് പറയുമ്പോൾ, അതൊക്കെ ഞാൻ സൂക്ഷിച്ചോളാം, നീയൊക്കെ ഉണ്ടല്ലോ കൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. മാത്രമല്ല നമ്മുടെ നവീനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട്. അപ്പൊ നവീനെ കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഈ നവീനാകുമ്പോഴത്തേക്ക് എന്തിനാ ഈ നവീനെ കുറിച്ച് എപ്പോഴും നീ സംസാരിക്കുന്നത്, ഈ കാര്യമെങ്കിലും ഒന്ന് നവീനെ ഉൾപ്പെടുത്താതെ വിടാൻ പറയുമ്പോൾ, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല നീ, കാരണം എനിക്ക് നവീനേട്ടൻ ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ കനകദുർഗ കയറി വരുന്നത്. കനകദുർഗ കയറി വന്നത് അമ്മ വന്നു എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത്. അപ്പം കനകദുർഗ കണ്ടു. അങ്ങനെ കനക ചോദിച്ചു, നീ ആരെ അടി വിളിച്ചത് ഇത്രയും നേരം? അത് പിന്നെ നവീനേട്ടനെ ഞാൻ വിളിച്ചത്. ഓ, നവീനേട്ടനെ തന്നെയാണോ നീ വിളിച്ചത്? എടി, ഈ പാതിരാത്രി നിന്നെ എന്തിനാ നവീൻ വിളിക്കുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ നവീന്? അമ്മയ്ക്ക് അറിയത്തില്ലേ ഞാനും നവീനേട്ടനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്? ഞങ്ങള് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, കേസിനെ കുറിച്ചൊക്കെ. അതിനെക്കുറിച്ച് ഇപ്പൊ കാലവും നേരവും ഒന്നും നോക്കാറില്ല. ചിലപ്പോ പാതിരാത്രി 12 മണി, 1 മണി, 2 മണിക്കൊക്കെ നവീനേട്ടൻ
എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കും. അതിന് സംശയത്തിന്റെ രൂപത്തിൽ അമ്മ കാണരുതെന്ന് പറയുമ്പോൾ നിന്നെ എങ്ങനെ സംശയിക്കാതിരിക്കും? മറുഭാഗത്ത് നവീനാണെങ്കിൽ ഓക്കെ, പക്ഷെ മറുഭാഗത്ത് അനിയാണെങ്കിൽ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അങ്ങനെ വല്ലതും നടന്നാല് എന്റെ പൊന്നമ്മേ എന്നെ ഇങ്ങനെ സംശയിക്കാതെ. സാധാരണ ഭർത്താക്കന്മാരെ ഭാര്യമാര് സംസാരിക്കുകയും ഭാര്യമാരെ ഭർത്താക്കന്മാര് സംശയിക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിപ്പോ മകളെ സംശയിക്കുന്ന ഒരു അമ്മ, ദേ എനിക്കിവിടെ ശ്വാസം മുട്ടല, എന്നെ ഒന്ന് വെറുതെ വിടാൻ പറയുമ്പോഴത്തേക്ക് നിന്നെ വെറുതെ വിടാടി, നിന്നെ വെറുതെ വിടാം, നിന്നെ സംശയിക്കുക തന്നെ ചെയ്യും, നീ സംശയിക്കുന്നതിന് നീ പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ് പുറപുറത്ത് അങ്ങോട്ട് പോവുക. അപ്പോഴത്തേക്കും നമ്മുടെ കനകദുർഗ ഗോവിന്ദനോട് എന്ന് പറഞ്ഞു ഈ കാര്യം. അപ്പൊ കനകദുർഗയ്ക്ക് ഭയങ്കര സംശയം. എന്നാ പിന്നെ നവീനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ, നവീനെ വിളിച്ചു നോക്കിയാൽ ചിലപ്പോൾ കാര്യങ്ങളും സത്യാവസ്ഥയൊക്കെ അറിയാതിരിക്കാം, എന്നാ പിന്നെ നവീനെ തന്നെ ഒന്ന് വിളിക്കാല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ നവീനെ ഫോൺ എടുത്ത് കനകദുർഗ വിളിക്കാം. ഇനിയിപ്പം നമ്മുടെ നന്ദു അനിയാണ് വിളിച്ചതെന്ന് അറിയണ്ടേ. അങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും നമ്മുടെ നവീൻ ഫോൺ എടുത്തു. എന്താ ആന്റി ഈ രാത്രി വിളിച്ചത് എന്ന് ചോദിക്കും. അത് പിന്നെ മോനെ ഞാനേ, അല്ല നീ നേരത്തെ നന്ദുവിനെ വിളിച്ചായിരുന്നല്ലോ. അപ്പം നമ്മുടെ നവീൻ പറയുന്നുണ്ട്, ഞാൻ വിളിച്ചായിരുന്നു. വിളിച്ചായിരുന്നല്ലേ, വിളിച്ചായിരുന്നു. അല്ല മോനൊരു ചെറിയ ട്രീറ്റ് തരാൻ തീരുമാനിച്ചു ഞങ്ങള്. നീ അന്ന് ബർത്ത്ഡേക്ക് വന്നപ്പോ ഒന്നും തരാൻ പറ്റിയില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയൊരു ട്രീറ്റ് ഞങ്ങള് ചെയ്യുന്നുണ്ട് നിനക്ക്, ഒരു ചെറിയൊരു സദ്യ. അപ്പം മോനെ ഒരു ദിവസം വിളിക്കാം, അപ്പൊ വരണം കേട്ടോ എന്ന് പറയുമ്പോ അതിനിപ്പോ എന്താ, തീർച്ചയായിട്ടും ഞാൻ വരൂലോ. അല്ല മോന്റെ കല്യാണക്കാര്യം എന്തൊക്കെയായി? കല്യാണക്കാര്യം എന്താകാനാ, അമ്മയ്ക്ക് ഒന്നിനെ അങ്ങോട്ട് പിടിക്കണില്ല. അമ്മയുടെ സ്വഭാവം അറിയാലോ, അടക്കം ഒതുക്കം ഉണ്ടായിരിക്കണം, അങ്ങനെ കുറെ ഡിമാൻഡ്സ് വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തുള്ള പെൺപിള്ളേരുടെ കാര്യം അറിയത്തില്ലേ, ഇപ്പോഴത്തുള്ള പെൺപിള്ളേര് അടങ്ങി ഒതുങ്ങി വീട്ടിൽ കയറിയിരിക്കുന്ന പോലെ ടൈപ്പ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു പെണ്ണിനെ നിനക്ക് കിട്ടട്ടെ, ഞാൻ പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെച്ചു കേട്ടോ. അപ്പൊ നമ്മുടെ നവീൻ ഇങ്ങനെ ചിന്തിക്കാം, എന്റെ പെണ്ണ് ആ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ എന്ന്. ഏതായാലും ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അപ്പൊ അടുത്ത വിശേഷവുമായി എത്രയും പെട്ടെന്ന് കാണാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. എല്ലാവരും ലൈക്കും ഹൈപ്പും കമന്റും ഒക്കെ ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.